ഹലോ ഗൈസ്, പോക്കിമോൺ എക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളങ്ങനെ നമ്മുടെ 4ാമത്തെ ജിം ബാച്ച്, അതായത് കോമോണിസ്കി ജിം ലീഡർ റാമോസിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആക്ച്വലി കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആക്ച്വലി അടുത്ത സിറ്റിയിലോട്ടാണ് പോവേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ആക്ച്വലി ഈ ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഫാഷൻസ്, അതായത് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് പോക്കി ഡോളേഴ്സ് എന്ന് പറയും. പോക്കി ഡോളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സീനായിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ ജസ്റ്റ് എന്താണ് ഒരു ഗെയിം നമ്മൾ കളിക്കുമ്പോൾ അതിലുള്ള എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. സോ ഇതെങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളർ ഗ്രീനാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ മാറ്റിയത്. സോ ആക്ച്വലി നമുക്ക് അടുത്ത സിറ്റിയിലോട്ടാണ് പോവേണ്ടത്. സോ അത് എവിടെയാണെന്ന് അറിയില്ല. ഓക്കെ, നമുക്കൊരു ഹോളോ ക്ലിപ്പ് റിസീവ് ആയിട്ടുണ്ട്. ഓക്കെ, ആരായിരിക്കും അത്? ഇത് മറ്റവനല്ലേ, ലൈസാൻഡർ told me you can now wield mega evolution. Okay, അതിനെന്താ ഇപ്പോൾ? That is truly wonderful. With that power you can steal your... ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. ഓക്കെ, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഇവൻ ടീം ഫ്ലോറിനും എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് സംശയം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും അടുത്ത സിറ്റിയിലോട്ട് പോകണം. സോ ഇവിടെ ഒരു പാസേജ് ഉണ്ട്. അവിടെ കീപ്പ് എസ് വെയിറ്റിംഗ്. ഇതാരാണത്? ഇത് മറ്റേ ഓക്കെ, പവർ പ്ലാന്റ്. ഓക്കെ, സോ നമ്മുടെ പോക്കി ഡെസ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഓക്കെ, നല്ല കാര്യം. അതായത് പോക്കി ഡെസ്റ്റിൽ ആക്ച്വലി ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി സെൻട്രൽ കാലോസ് പോക്കി ഡെസ്റ്റ് ഉണ്ട്, സെൻട്രൽ കാലോസ്, പിന്നെ കോസ്റ്റൽ കാലോസ് ഉണ്ട്, പിന്നെ മൂന്നാമത്തത് മൗണ്ടൻ കാലോസ്. സോ നമ്മൾ സെൻട്രൽ കാലോസിലും കോസ്റ്റൽ കാലോസിലും കുറേ പോക്കിമോൺസ് നമ്മൾ പിടിച്ചിട്ടുണ്ട്, പിന്നെ എൻകൗണ്ടർ ബാറ്റിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ മൗണ്ടൻ കാലോസ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഐ തിങ്ക് ഇനി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന വൈൽഡ് പോക്കിമോണും കാര്യങ്ങളൊക്കെ മൗണ്ടൻ കാലോസിൽ പെടുന്നതാണ്. ഓക്കെ, സോ നമ്മൾ റൂട്ട് 13 ഇപ്പോൾ ഉള്ളത്. എൻ്റെ മുന്നിൽ പറഞ്ഞു തോന്നുന്നില്ല ഇങ്ങനെ ഒരു പോക്കിമോൺ. ഓക്കെ, സോ അതെന്തായാലും നല്ല കാര്യം, നമ്മുടെ പോക്കിഡസ് ഫില്ലാവുമല്ലോ. സോ ഇത് ചിലപ്പോൾ ഈ ഒരു പോക്കിമോൺ ഇനിയിപ്പോൾ വരാൻ പോകുന്ന വൈൽഡ് പോക്കിമോൺ എല്ലാം മൗണ്ടൻ കാലോസ് പോക്കിഡസിൽ ഫില്ലാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു മിഷൻ കൂടി ഉണ്ട്. എല്ലാ പോക്കിമോൺ ഗെയിംസിനും നമുക്ക് പോക്കിഡസ് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു മിഷൻ ഉണ്ട്, സൈഡ് ക്വസ്റ്റ് ഉണ്ട്. സോ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ കുറേ ട്രെയിനേഴ്സിനെയും പിന്നെ കുറേ വൈൽഡ് പോക്കിമോണൊക്കെ നമ്മൾ വഴി നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോവാം. ഇതേ അടുത്തത് ഇത് വിടുന്നില്ലല്ലോ. സാധാരണ ഇത് ക്യാബറ്റ് അല്ലേ ഇത്? അല്ല, സോറി, ഗിബിൾ. ഓക്കെ, സോ ഇത് പിടിക്കണം, ഇത് എനിക്കൊരെണ്ണം പിടിക്കണം. ഓക്കെ, ഇത് എൻ്റെ ടീമിൽ ചേർക്കണോ വേണ്ടിയെന്ന് ഞാനത് തീരുമാനിച്ചില്ല. പക്ഷെ എനിക്കിത് വേണം. ഞാൻ എല്ലാ പോക്കിമോണും പെർമനന്റ് ടീമിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് അറ്റ് എ ടൈം 6 പോക്കിമോൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബാക്കി എല്ലാ പോക്കിമോണും നമുക്ക് PC-യിൽ നമ്മുടെ പോക്കിമോൺ ബോക്സ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ പോക്കിമോൺ സെൻറ്ററിൽ PC എന്ന് പറഞ്ഞൊരു പോക്കിമോൺ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ എത്ര പോക്കിമോൺ വേണമെങ്കിൽ നമുക്ക് പിടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് നല്ല കാര്യമാണ്. അതുമാത്രമല്ല, അതിനനുസരിച്ച് നമ്മുടെ പോക്കി ഡ്രസ്സും ഫില്ലാവും.
ഓക്കെ. ഇപ്പോൾ നമ്മൾ പിടിച്ചില്ലെങ്കിലും ഫില്ലാവും. വേറെ ഒരു കാര്യം. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ 5 പോക്കിബോൾ ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ പിടിക്കാൻ പറ്റില്ല. സോ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്രഞ്ച് യൂസ് ചെയ്യാം. എനിക്ക് എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 34 ആണ്, അത് ലെവൽ 26 ആണ്. അപ്പോൾ അത് ഫെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അതാണ് അത്രയും കുറയ്ക്കും. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, സ്ലാഷ് യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് ഇനി പോക്കിബോൾ യൂസ് ചെയ്ത് നോക്കാം. 4 പോക്കിബോൾ ഉണ്ട്. ഓക്കെ, 4 എണ്ണം യൂസ് ചെയ്ത് നോക്കാം നമുക്ക്. ഇല്ല. ഓക്കെ, ടേക്ക് ഡൗൺ യൂസ് ചെയ്യും. ഓക്കെ, ടേക്ക് ഡൗണിന് റിക്കോയിൽ ഉണ്ടല്ലോ. യെസ്, കണ്ടില്ലേ? ഇപ്പം അത് കുറച്ചുകൂടി HP കുറഞ്ഞില്ലേ? സോ അത് നല്ല കാര്യം. നമുക്ക് ഗ്രേറ്റ് ബോൾ ഒന്നുണ്ട്. ഗ്രേറ്റ് ബോൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ. കാരണം ഇത് അത്രയും പെട്ടെന്ന് പിടിക്കാൻ കുറച്ച് പാടാണ്, കാരണം ഡ്രാഗൺ ടൈപ്പ് പോക്കിമോൺ ആണല്ലോ. യെസ്, കേറി. ഏതല്ലേ? ഓക്കെ, സോ നമുക്ക് ഗിബിളി കിട്ടി. ഇത് ആക്ച്വലി ജനറേഷൻ 4 ഒരു പോക്കിമോൺ ആണ്. പോക്കിമോൺ പേൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഫുൾ സീരീസ്. സോ അത് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, സീരീസ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ എൻ്റെ ഫേവറേറ്റ് പോക്കിമോണാണ്, അതായത് ഷിന്നോ റീജിയനിൽ ഫേവറേറ്റ് പോക്കിമോണാണ് ഗിബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആക്ച്വലി ഗാർച്ചോമ്പ് അത് ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആക്ച്വലി ഒരു നമുക്ക് ഒരു നിക്നെയിം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സോ ഡ്രെയിൻസർ. സോ ഇത് നേരിട്ട് PC പോയിക്കോളും, കുഴപ്പമില്ല. സോ അങ്ങനെ നോക്കി എത്ര വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോക്കിമോൺ ഏതായാലും നമുക്ക് പിടിച്ചു വയ്ക്കാം. ഓക്കെ, സോ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്, ഞാൻ മുന്നേ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ പെർമനൻറ്റ് ടീമിൽ യൂസ് ചെയ്യാറില്ലെങ്കിലും എനിക്ക് ചില പോക്കിമോൺസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കും, അതിപ്പോൾ ഏതായാലും ശരി. ഓ, അടുത്തത് എന്താണിത്? നമുക്ക് ഇതുവഴി പോകാൻ പറ്റുമോ? ഈ കമ്പി വഴി പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വലുത് പോക്കിയും വരുന്നുണ്ട്, അതാണ് ഇറിറ്റേഷൻ. നമുക്കത് സൈക്കിൾ വഴി പോകാൻ പറ്റും, നമുക്ക് നടന്നിട്ട് വേണം ആ ഒരു കമ്പിന്മേ കയറി പോകാൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതെന്താണിത്? ഓക്കെ ഗൈസ്, സോ അവിടെ ഞാൻ പെട്ടുപോയി, കുറേ നേരം അവസാനം ഇവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ടീം ഫ്ലേവ് 2 ഉണ്ട്. എന്തായാലും നമുക്ക് തന്നെ ബാറ്റിൽ ചെയ്യാതെ പോകാൻ പറ്റില്ല. സോ നമുക്ക് എന്തായാലും ബാറ്റിൽ ചെയ്യാം. തൻ്റെ സുഖിയുടെ മതിയില്ല ഇപ്പോൾ. ഓക്കെ, എന്ത് പറ്റി? തീർന്നില്ലേ സുഖേട്? ഓപ്പൺ പാസോ? അവൻ തന്നെ നമുക്ക് ഐഡിയ തന്നു. സോ ആക്ച്വലി ഗൈസ്, ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് ആക്ച്വലി ലൂമിനിസിറ്റിയിലേക്കുള്ള വഴി തടഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതായത് അവിടെ ഒരു പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിങ്ങനെ പവർ പ്ലാന്റ് പാസ് കിട്ടി. ഓക്കെ, സോ ഇത് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ്. സോ അവൻ തന്നെ നമുക്ക് ഐഡിയ തന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവഴി അടുത്ത സിറ്റിയിലോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആക്ച്വലി നമുക്ക് പവർ പ്ലാന്റിലോട്ടാണ് പോവേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഈ ടീം ഫ്ലേഗ് 2 എന്തുമാത്രം മണ്ടനാണെന്ന്
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ആരെങ്കിലും ഇങ്ങനത്തെ കാര്യം സീക്രട്ട് ആയിട്ടുള്ള കാര്യം അവനെ വേണമെങ്കിൽ പറയാതെ മറച്ചു വെക്കാമായിരുന്നു. പക്ഷെ അവനത് എന്താണ് അവൻ്റെ മൈൻഡ് വൈസ് പോലെ അവൻ പുറത്ത് പറഞ്ഞു പോയി. ഓക്കെ, സോ അവൻ തന്നെ നമുക്ക് ഐഡിയ ആണ് ഡൗസിങ് മെഷീൻ യൂസ് ചെയ്ത് കണ്ടത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ കാലൂസ് പവർ പ്ലാന്റിലെത്തി. ഓക്കെ, സോ ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഇനി പൊക്കിമോണൊന്നും വരില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ഇവിടെയും ടീം ഫ്ലേവർ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. യെസ്, ഓക്കെ ഗൈസ്, സോ നമുക്ക് ഈ ബാറ്റിൽ സ്വിഫ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. മെയിൻ കണ്ടന്റിലോട്ട് നമുക്ക് കയറാട്ടോ. ഓക്കെ, ഓക്കെ, സോ അങ്ങനെ ഒരാളിനെ നമ്മൾ എടുത്തു. അടുത്ത ആള്. ഇവന്മാർക്ക് വേറെ ജോലി ഇല്ല കേട്ടോ, എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ ഇപ്പോൾ ലാസ്റ്റ് ഹൈപ്പർ പോർഷനാണ്. ഇനിയിപ്പോൾ റിവൈവ് ഉണ്ട്, റിവൈവ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഹൈപ്പർ പോർഷൻസ് ഇനിയില്ല. ഓക്കെ, സോ എൻ്റെ ആക്ച്വലി ഒരു ചാർജ് ബീം എന്ന് പറഞ്ഞിട്ടൊരു ടീം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ അവിടെ വെച്ച്. പക്ഷേ അത് പഠിപ്പിക്കാൻ ഇപ്പോൾ ഉള്ള ടീമിൽ ആർക്കത് പഠിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇത് ഏതാ സ്ഥലം? ഇവിടെ ഇതേ ടീം ഫ്ലേവർ. വാണ ആരോടും നിന്നെ കളി. യെസ്, ഇനിയും കുറെ ബാറ്റിൽസ് ഉണ്ടാവും. യെസ്, പറഞ്ഞു തോന്നില്ല അടുത്ത ആള്. അടുത്തവൻ.
എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇവർക്ക് ഈ കാലോസ് പവർ പ്ലാന്റിൽ എന്താണ് പരിപാടി, എനിക്കത് മനസ്സിലായില്ല ശരിക്കും. ചിലപ്പോൾ ഈ ലൂമിയോസിറ്റിയിലെ പവർ ഷോർട്ടേജ് എന്ന് പറഞ്ഞില്ല അവർ, അതിനുള്ള കാരണം ഇവരായിരിക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ തലവന്മാരുണ്ടാവില്ലേ, ലീഡർ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ. സോ നമുക്ക് അടുത്തതിന് എടുക്കാം. ഇനി ഇവന്മാർ എത്ര പേരുണ്ട് എനിക്ക് മനസ്സിലാവാൻ എനിക്ക് വയ്യ. ഓക്കെ, ഇവിടെ ഒരു രണ്ട് വഴിയുണ്ട്. ഇത് നമ്മൾ ഇവിടെ നിന്നല്ലേ വന്നത്, ഇതിനെ തോപ്പിച്ചിട്ടാണ് നമ്മൾ ചുറ്റിക്കറങ്ങി വന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റേ വഴി ആയിരിക്കാം. യെസ്, ഓക്കെ. സോ ഗൈസ്, അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ ലീഡർമാരായിരിക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണക്കാർ. സോ ആക്ച്വലി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ആക്ച്വലി ലുക്കാറിയ അല്ലാതെ വേറെ 2 ഇവല്യൂഷൻ സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ട്, ഏവോഡാക്റ്റിലേറ്റും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെയും. സോ അത് ഞാൻ കാണിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഏവോഡാക്റ്റിലിൻ്റെയും മെഗാ ഇവല്യൂഷൻ ഞാൻ കാണിച്ചിട്ടില്ല. സോ എന്തായാലും നമുക്ക് ഇവന്മാരെ എടുക്കുമ്പോൾ നമുക്ക് കാണിക്കാം. 2 പേരുണ്ട് ഇവിടെ. സോ 2 ബാറ്റിൽ ഉള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ ഗൈസ്. യെസ്, സോ ഇവന്മാർക്ക് അറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന്. നമുക്ക് ഓക്കെ, ഹൗ മച്ച് ലോങ്ങർ? ഓ, നമ്മളെ കണ്ടുപോയി. ഓഹോ, അത്രയ്ക്കായോ? സോ ഇവരുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഈ എനർജി എടുക്കുകയാണ്. ഈ പവർ പ്ലാന്റിൽ ഉള്ള എനർജി ഇവർ എടുക്കുവാണ്. ഓക്കെ, സോ എന്തായാലും നല്ല കാര്യത്തിന് വേണ്ടി ആവില്ല എന്ന് മാത്രം അറിയാം. ഹോണ്ടോ, ഓക്കെ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഏവോഡാക്റ്റിലിൻ്റെ മെഗാ എവല്യൂഷനാണ്. ഫസ്റ്റ് ടൈമാണ്. ഈവൻ ഞാൻ പോലും ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇതുവരെ സ്റ്റോൺ ഉണ്ടായിട്ട് പോലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അല്ല ഇപ്പോഴാണ് നമുക്ക് മെഗാറിങ് കിട്ടിയത്, അത് വേറെ കാര്യം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് മെഗാ എവല്യൂഷൻ ലുക്കാറിയാണ്. സോ ഇത് സെക്കൻഡാണ്. ഓക്കെ, എൻ്റെ മോനെ ജോതി, ഓഹ് വേറെ ലുക്ക്. ഓക്കെ, എൻ്റെ പൊന്നെ, ഇത് എന്താ ഈ കാണുന്ന ഒരു ഡ്രാഗൻ്റെ പോലെ ഒരു ഫീല്. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല ഗൈസ്. ഇതിലും പൊന്നെ ഒറ്റയടിക്ക് അത് എടുത്ത്, അത് സൂപ്പർ എഫക്റ്റീവ് അല്ല, പക്ഷെ അത് മെഗാ എവോളായപ്പോൾ അതിൻ്റെ പവർ ഉണ്ട്. എന്തായാലും ഓക്കെ, ലെവലപ്പുമായി. ഓ ഏതല്ലേ സീനായിരുന്നു, സീൻ
ഓക്കെ, നമ്മുടെ ഡോറാഗൺ 38 ആയി, ലൂഷ്യസ് 41 ആയി. സോ ലൂഷ്യസ് ആണ് അടുത്ത മെഗാ ഇവല്യൂഷൻ, ലൂഷ്യസിൻ്റെ ആണ്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ഡെവലപ്പായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വാൾട്ടേക്കിന് പുതിയ മൂവ് പവർ തിക്കോ, അതെന്ത് മൂവാണ്? ഓക്കെ, ഒരു സൈക്കിൾ ടൈപ്പ് സാധ്യത. നമുക്ക് എന്തായാലും അയൺ ഡിഫൻസ് വന്നിട്ട് നമുക്ക് പവർ കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു മെഗാ ഇവല്യൂഷൻ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടപ്പെട്ടു, മെഗാ ഇവല്യൂഷൻ. ഓക്കെ, സോ ഇത് ആക്ച്വലി മെഗാലങ്ങ് കിട്ടിയപ്പോൾ തന്നെ കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് എനിക്ക് ആക്ച്വലി മറന്നുപോയി. ഞാൻ മറന്നുപോയി. എൻ്റെ രണ്ടെണ്ണം ഉള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഓക്കെ, സോ അടുത്ത ആൾ. ഓക്കെ, എന്താ വെയിറ്റ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോക്കമോൺ സ്വിച്ച് ചെയ്യാം. നമുക്ക് നമ്മുടെ ബ്ലാസ്റ്റോയ്സ്, ഇറ്റ്സ് ടൈം ഫോർ ബ്ലാസ്റ്റോയ്സിൻ്റെ മെഗാ ഇവല്യൂഷൻ കാണണ്ടേ? നമുക്ക് കാണാം. യെസ് ബാറ്റിൽ അലിയാന. ഓക്കെ, ഏലിയൻ പോലെ ഉണ്ട്. ഓക്കെ, ടീം ഫ്ലൈ സയൻറ്റിസ്റ്റ് സിസ്റ്റേഴ്സും. ഓക്കെ, ആരാണ് എലിമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ ആൻഡ് ഗോ ഗൈസ്. ഇപ്പം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ബ്ലാസ്റ്റോയ്സിൻ്റെ മെഗാ ഇവല്യൂഷൻ. ലെറ്റ്സ് ഗോ ലൂഷ്യസ്. എൻ്റെ പോലെ ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച ഏതോടാറ്റിലിൻ്റെയും ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഐ മീൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഈവൻ ഞാൻ പോലും മെഗാ ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ് നിങ്ങൾ നോക്കിക്കോ, കാണാൻ പോകുന്നത് ദ മാജിക്, ദ പവർ. യെസ്, എൻ്റെ മോനെ, ജാതി പവർ. അതെന്താണ്? പൈപ്പല്ല, അത് ക്യാനോണാണ് തോന്നുന്നത്. എൻ്റെ മോനെ, സാധനമാണ് വിഷയം. ബോയ് ഏതല്ലേ അൾട്ടിമേറ്റ്. എനിക്ക് ബ്ലാസ്റ്റേഴ്സിനെ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം തോന്നിയത്. ഒരു വെറൈറ്റി ലുക്കുണ്ട് മോന്. രണ്ടുപേരുടെയും കൃമികടി കഴിഞ്ഞില്ലേ? സൂക്കേട് തോന്നില്ലേ? മതി കേട്ടോ. അതായത് ഇവിടെ വന്നത് ഇവരുടെ ഏതോ ഒരു മിഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കാലോസ് പവർ പ്ലാന്റിൽ നിന്ന് എനർജി എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ ഇത് മറ്റവരല്ലേ? ഓക്കെ, സോ ഇവർ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് തോന്നുന്നത്. എനിക്കത്രയാണ് മനസ്സിലായത്. ഇവർ ഈ പ്ലാന്റിൽ നിന്ന് എനർജി വലിച്ചെടുത്തിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് അവർ നേരത്തെ ഏലിയാനെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. സോ ഓക്കെ, സോ ലൂമിയോ സിറ്റിയിലോട്ട് ഇനിയിപ്പോൾ പവർ ഷോർട്ടേജ് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് അവർക്ക് അവർക്ക് ഞെട്ടിപ്പോയി. കാരണം അവർ വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാം കഴിഞ്ഞ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, വെടിവഴിപാടൊക്കെ കഴിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ. സോ അതാണ് അവർ പറഞ്ഞത്. സോ അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് ഈ ഫുൾ ഏരിയ കണ്ടില്ലേ? ലൂമിയോസിറ്റിയിൽ പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ പവർ ഷോർട്ടേജിൻ്റെ കാരണം ഓക്കെ, നമുക്ക് ഇനി റൂട്ട് 13 വഴി ലൂമിയോ സിറ്റിയിലോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ലൂമിയോ സിറ്റിയിൽ വേറെ ഏതെങ്കിലും എൻട്രൻസ് ഉണ്ടാവും. മറ്റേ സൗത്ത് അല്ലാതെ സൗത്ത് ബോൾവിയാർഡ് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രൻസ് ഉണ്ടായിരുന്നില്ല. അവിടെയായിരുന്നു പ്രൊഫസർ സിക്കമോറിനെ നമ്മൾ മീറ്റ് ചെയ്തതും നമുക്ക് സ്ക്വാറ്റിനെ കിട്ടിയതും. നിങ്ങൾ ആ ഒരു എപ്പിസോഡ് കണ്ടതൊക്കെ അറിയാം. ഓക്കെ, സോ അവിടെ ആക്ച്വലി പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ പവർ ഷോർട്ടേജ് കാരണം ടീം ഫ്ലെയർ ആണ്. സോ നമ്മൾ ടീം ഫ്ലെയർ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തപ്പോൾ അതാണ് ഇവർ പറയാൻ ഉദ്ദേശിച്ചത്. സോ അവിടെ ലൂമിയോ സിറ്റിയിൽ എന്തുകൊണ്ടാണ് പവർ ഷോർട്ടേജ് ഉണ്ടായത് അത് ഇവർ അന്വേഷിക്കാൻ പോയതാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഇവിടെ കയറി എല്ലാം ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ ലൂമിയോ സിറ്റിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും റൂട്ട് 13 വഴി.
അപ്പം അത് വേറൊരു എൻട്രൻസ് ആയിരിക്കാം മേ ബി. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഇനിയും നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ പോയപ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് ഏരിയ ക്ലോസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഫുള്ള് സിറ്റി നമുക്ക് ആക്സസ് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. സോ അപ്പം ഈ പവർ ഷോർട്ടേജ് കാണുന്നതായിരിക്കാം. ഓക്കെ, ഓക്കെ നമുക്ക് TM ഫ്ലെയിം ചാർജ് കിട്ടി. ഓക്കെ, ഇനിയും വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതേ മാഗ്നറ്റ്, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. സാപ്പ് പ്ലേറ്റ്, ഓക്കെ, അത് മറ്റേ ഇലക്ട്രിക് ടൈപ്പ് മൂവ്സ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ, സോ അവിടെ നോർത്തേൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് വടക്ക് ഭാഗം, കിഴക്ക് ഭാഗമാണ് നമ്മൾ നേരത്തെ പോയതും. നേരത്തെ നമുക്ക് പോകാൻ കഴിഞ്ഞത് സൗത്ത് ബോൾവിയാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നോർത്ത് ഗേറ്റിൽ അതായിരിക്കും ഈ ഒരു റൂട്ട് 13 വഴി നമുക്ക് പോകേണ്ടത്. ഓക്കെ, മ്യൂസിക്കിൽ ആക്ച്വലി ചിലപ്പോൾ പോക്കിമോൺ ജിം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ മ്യൂസിക്കിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള എൻട്രൻസിൽ പവർ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അതായത് ഈ കാരോസ് പവർ പ്ലാന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു നോർത്തേൺ ഗേറ്റ് അടച്ചേക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് റൂട്ട് 13 വഴി നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പറ്റും എന്നാണ് മറ്റേ രണ്ടുപേരും വന്ന് പറഞ്ഞിട്ട് പോയത്. സോ നമുക്ക് ആക്ച്വലി അങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. കാരണം അവിടെ മാപ്പിൽ ഇപ്പോഴും ആക്സസ് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അവിടെ പോയിട്ടില്ലല്ലോ. നോർത്തേൺ എൻട്രൻസിൽ നമ്മൾ പോയിട്ടില്ല. ഓക്കെ, ഒരു ഭാഗം യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് മാപ്പിൽ മറ്റേ ഭാഗം കാണിക്കാത്തത്. ഒരു സ്ഥലത്ത് മാത്രം ബ്ലൂ കളറിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പോയത് കൊണ്ടാണ്. ഓക്കെ, ആക്ച്വലി ഈ പോക്കിമോൺ ഗെയിംസിലൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മാപ്പിൽ കാണിക്കില്ല. ഫ്ലൈ യൂസ് ചെയ്യാനും പറ്റില്ല. ഫ്ലൈ യൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ സ്ഥലത്ത് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് ആക്സസ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കിൽ പോയാലും അവിടെ വേറൊരു എൻട്രൻസ് കൂടിയുണ്ട്, നോർത്തേൺ എൻട്രൻസ്. സോ അങ്ങോട്ട് നമുക്ക് എങ്ങനെ പോകണമെന്ന് അറിയില്ല. നമുക്ക് ആക്ച്വലി ഇവിടെ വീണ്ടും നമ്മൾ പെട്ടുപോയി വേണം പറയാൻ. ഓക്കെ, ഇതാരാണിത്? The Pokemon, the flower Pokemon, the Pokemon that was given eternal life. ആരാന്നല്ല അറിയില്ല. ഒരു 6 അടി 7 അടി പോക്കം ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഫൈനലി വഴി കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത്, കാരണം അവിടെ ഞാൻ പെട്ടുപോയി. ശരിക്കും വഴി അറിയാതെ ഞാൻ പെട്ടുപോയി. സോ ഈ ഒരു പാസേജ് വഴി നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ, യൂണിവേഴ്സിറ്റിയുടെ ഇത് മറ്റേ നോർത്തേൺ ബോൾവിയയുടെ ഒന്നും തോന്നി, മറ്റേ നോർത്തേൺ ഗേറ്റ് എന്ന് തോന്നില്ലേ നേരത്തെ. സോ ഓക്കെ, കണ്ടില്ലേ? ഇവിടെ ഒരു പവർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതാണ് ഷോണ പറയുന്നത്. നമ്മളാണ് അത് ചെയ്തത്. അവൾക്കത് കേട്ടിട്ട് സന്തോഷമായി. ഓക്കെ, അതായത് ഇവിടെ പവർ ഷോർട്ടേജ് വന്നപ്പോൾ കാലോസ് പവർ പ്ലാന്റിൽ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാലോസ് പവർ പ്ലാന്റിൽ ഒരു ഇലക്ട്രിസിറ്റി, ഞാൻ ഇപ്പം എനർജി സ്റ്റീൽ ചെയ്യുമായിരുന്നു അവർ. സോ അതുകൊണ്ടാണ് ഇവിടെ പവർ ഷോർട്ടേജ് വന്നത്. സോ അപ്പം നമ്മളത് എന്തായാലും ആ ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ആക്കി. സോ ഇനിയിപ്പോൾ ലൈറ്റ് ടവറിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. അല്ല, പ്രിസം ടവറിൽ പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും പ്രിസം ടവറിലോട്ട് പോവാം. ഇപ്പം നമ്മൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പം മാപ്പിൽ അത് കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പോയിട്ടില്ലല്ലോ. നേരത്തെ നമ്മൾ
അങ്ങോട്ട് ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് വഴി ബ്ലോക്കായിരുന്നു. ഇപ്പം നമുക്ക് അവിടെ പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും പ്രിസം ടവറിലോട്ട് പോവാം. ഓക്കെ, മജന്റ പ്ലാസ. ഓക്കെ, സോ ഇത് പോക്കിമോൺ സെൻ്റർ ആണെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇത് പോക്കിമോൺ ജിമ്മാണോ? ഇത് കണ്ടിട്ട് ആ ഒരു എംബ്ലം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പ്രിസം ടവർ പോക്കിമോൺ ജിമ്മാണോ ഇത്? ആയിരിക്കാം മേ ബി. ഓക്കെ, അവർ ലൈറ്റ് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്, ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റാണ്. ക്ലെമൻ്റ് ആണ്, അത് ജിം ലീഡറാണ്, ലൂമിയ സിറ്റിയുടെ ജിം ലീഡർ. ലൂമിയ സിറ്റിയിൽ നമ്മൾ ആക്ച്വലി ജിം ബാറ്റിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. സോ ഓക്കെ, സോ ഇത് ബോണി അല്ലേ? ഇത് സീരീസിൽ കണ്ടിട്ടുണ്ട്, പോക്കിമോൺ സീരീസിൽ. ഓക്കെ, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പ്രിസം ടവർ ലൈറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ്. ഓക്കെ, സോ ഈ ടവറിന് ഒരു ലൈറ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ലൈറ്റ് അപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ മോനെ, അതെന്തായാലും കൊള്ളാം. അപ്പം ആ ടീം ഫ്ലെയർ പവർ പ്ലാന്റിൽ മറ്റേ ഇലക്ട്രിസിറ്റി സ്റ്റീൽ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഷോർട്ടേജ് വന്നത്. ഇപ്പം അത് ശരിയായി, അതാണ് ഇവിടെ നമുക്ക് കയറാൻ പറ്റിയത്. ഓക്കെ, നിങ്ങൾക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ ജിം ലീഡറിനെ ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സെൻട്രിക്കോ പ്ലാസ. സോ പ്രിസം ടവർ എന്ന് പറയുന്നത് ആക്ച്വലി യൂണിവേഴ്സിറ്റിയുടെ പോക്കിമോൺ ജിമ്മാണ്. ഓക്കെ, സോ ഈ ഒരു എപ്പിസോഡ് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ലൂമിയോ സിറ്റിയുടെ ജിം ലീഡർ ക്ലെമൻറ്റിനെ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ ബൈ.